ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് +2 പഠിക്കാനുള്ള ഒരു കോർ സബ്ജക്റ്റാണ് നമ്മുടെ എക്കണോമിക്സ്. എക്കണോമിക്സ് ഡിഗ്രിക്ക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. മിസ്സേ, ഞാൻ +2 കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ എക്കണോമിക്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മക്കളെ, നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്കുണ്ട്. അതായത് മിക്ക കുട്ടികളുടെയും ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് മാത്രമാണ് പോകാൻ വേണ്ടി സാധിക്കുക. അങ്ങനെയും പോകാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആണ്, IES. നിങ്ങൾ IAS IPS എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. IES എന്ന് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ മക്കളെ, ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷനകത്ത് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് MA എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് എക്കണോമിക്സ്, ഈ 3 സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ്. ഇനി എക്സാം എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഗവൺമെന്റ് മേഖലയിൽ പല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിസി മേക്കിംഗ് അല്ലേ, പോളിസി മേക്കിങ്ങിലായാലും അതേപോലെ തന്നെ ബഡ്ജറ്റ് പ്രിപ്പറേഷനിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്ക് അവിടെ വലുതായിരിക്കും. അതേപോലെ സാലറി എന്ന് പറയുന്നതും ഒരു ഹൈ പേയിങ് ഏരിയയിലാണ് നിങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. ഇനി എക്കണോമിക്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ PSC ആകട്ടെ, SSC ആകട്ടെ, UPSC ആകട്ടെ, മിക്ക കുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എക്കണോമിക്സ് പഠിച്ചത് കൊണ്ട് കുറച്ചും കൂടെ പോർഷൻസ് അവർക്ക് എളുപ്പമായിട്ട് തോന്നി എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു സാധ്യതയും നമ്മുടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ ആണ് വേണമെങ്കിൽ ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള വേൾഡ് ബാങ്ക് ആവട്ടെ, അതേപോലെ തന്നെ UN ആകട്ടെ, ഇവിടെയൊക്കെ എക്കണോമിക്സ് പഠിച്ച ആൾക്കാർക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇതിന്റെ ഒരു വേറൊരു വശം എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനാഷണലി ആണ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഔട്ട്സൈഡ് ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ സാലറി പാക്കേജും ആ ഒരു ജോബിന്റെ റെസ്പെക്റ്റും ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും. മെയിൻ ആയിട്ട് നിങ്ങൾ അവിടെ ചെയ്യുന്നത് ഒരുപാട് പോളിസികൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പോളിസികൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടാവുക. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് ആകട്ടെ അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലൊക്കെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ എക്കണോമിക്സ്. സോ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫസറോ ടീച്ചറോ മാത്രമല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇതേ കണക്കത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ സജഷൻ പറയാനുണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിലേക്ക് പറയാം. മിസ്സിന് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ യുവ ബാച്ചിൽ ക്ലാസ്സസ് ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +2ന്റെ ഓരോ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സുകൾ ഇങ്ങനെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാച്ച് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോയി Xylith ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് യുവ ബാച്ച് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാച്ച് കിട്ടുന്നതായിരിക്കും. മകളെ, ഉഷാറാക്കി പഠിക്കുക, അടിപൊളിയാക്കി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.